ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ SCERT ആണ്. 8ാം ക്ലാസ്സിലെ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ലോഹങ്ങളും അലോഹങ്ങളും എന്നാണ്. ബാക്കി 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ SCERT ക്ലാസ്സുകളും MCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട് കേട്ടോ. PSC പഠിക്കുന്നവർക്കായിട്ട് NCERT ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കാണാം. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 8ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് അതുപോലെ തന്നെ ഓരോ ക്ലാസ്സുകളിലെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് 7, ക്ലാസ് 5 മുതൽ ക്ലാസ് 10 വരെയുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്താലും മതി. ക്ലാസ് 8 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ലോഹങ്ങളും അലോഹങ്ങളും എന്നാണ്. ഈ ഒരു ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു? മൂലകങ്ങളും സംയുക്തങ്ങളായിരുന്നു അല്ലേ. അപ്പോൾ ലോഹങ്ങളും അലോഹങ്ങളിലും എന്താ പറയുന്നത്? നിങ്ങളുടെ അടുക്കളയിൽ പലതരം പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിർമ്മിക്കാൻ സാധാരണയായി എന്തെല്ലാം പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നത്? നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം. ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുക്കുക. ഒരു സ്റ്റീൽ തവിയും മരത്തവിയും വെള്ളത്തിലിട്ട ശേഷം വെള്ളം തിളപ്പിക്കുക. 2 തവികളും തൊട്ട് നോക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഏതിലായിരിക്കും കൂടുതൽ ചൂട് അനുഭവപ്പെടുക? സ്റ്റീൽ തവിട്ടയിലാണോ മരത്തവിട്ടയിലായിരിക്കുമോ? സ്റ്റീൽ തവിട്ടയിലായിരിക്കും അല്ലേ. മരത്തവിട്ടയിൽ ചൂടുണ്ടായിരിക്കില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഇടിമയുള്ള സമയങ്ങളിൽ ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണ് ഇടിമിന്നലുള്ള സമയത്ത് ഇരുമ്പ് പോലെയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യരുതെന്ന് പറയുന്നത്? ഈ സന്ദർഭങ്ങളിലെല്ലാം ലോഹങ്ങളുടെ എന്തെല്ലാം സവിശേഷതകളാണ് പ്രകടമാകുന്നത്? അതിനൊക്കെ ആൻസർ നമുക്ക് വരുന്നുണ്ട്. നോക്കാം. ഒരു പട്ടിക നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എന്താണിത്? ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഹാമർ അല്ലേ, ചുറ്റികയാണ് അല്ലേ. ഇതിൻ്റെ എന്ത് സവിശേഷതയാണ് നമുക്കറിയാം. എന്തായിരിക്കും അവിടെ? എന്തായിരിക്കും? കട്ടി കൂടുതലായിരിക്കുമോ? അല്ലാന്നുണ്ടെങ്കിൽ താപം നന്നായിട്ട് കടത്തി വിടുന്നതാണോ? അങ്ങനെ ഏത് സവിശേഷതയാണ് വരാം? ഹാർഡ്നെസ് ആയിരിക്കും അല്ലേ. നല്ല കട്ടി കൂടിയതായിരിക്കും, നല്ല ഹാർഡുള്ളതായിരിക്കും അല്ലേ. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്? ഒരു പാത്രം തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് എന്തായിരിക്കും? താപചാലകതയായിരിക്കും അല്ലേ. അതായത് നന്നായിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? താപചാലകത, അതായത് താപം അല്ലേ. നമുക്ക് താപം ഉപയോഗിച്ചിട്ട് എന്താണ്? ഭക്ഷണം വേവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എന്താണ്? താപചാലകതയാണ് അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കറണ്ട് കമ്പിയൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. പോസ്റ്റ് അവിടെ എന്തായിരിക്കും? വൈദ്യുത ചാലകതയായിരിക്കും അല്ലേ. വൈദ്യുത ചാലകതയായിരിക്കും. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നതാണ്? ഒരു ഒരു ആഭരണം തന്നിട്ടുണ്ട് അല്ലേ. അത് അവിടെ എന്താണ് കൂടുതലായിട്ട് പ്രധാനമായിട്ടും ഷൈനിങ് അല്ലേ, തിളക്കമാണ് അല്ലേ, തിളക്കം. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഈ ഒരു ഇൻസ്ട്രുമെൻസിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം? ബെൽ സൗണ്ട് വരുന്നതായിരിക്കും അല്ലേ. നല്ല സൗണ്ട് ഉണ്ടായിരിക്കും അല്ലേ. അവിടെ സൗണ്ടിൻ്റെ പ്രത്യേകതയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സോണോരിറ്റി എന്ന് പറയാം അല്ലേ. ലോഹങ്ങളുടെ മറ്റെന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾക്കറിയാം? ലോഹങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെ അറിയാം? സ്വർണ്ണം അടിച്ചു വരുത്താൻ പറ്റും, അല്ലെങ്കിൽ വലിച്ചു നീട്ടാൻ പറ്റും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഇരുമ്പ്, ചെമ്പ്, സ്വർണ്ണം, വെള്ളി, അലുമിനിയം തുടങ്ങിയ ലോഹങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നവയായതിനാൽ സുപരിചിതങ്ങളാണ്. മറ്റെന്തെല്ലാം ലോഹങ്ങൾ നിങ്ങൾക്കറിയാം? ഇരുമ്പും ചെമ്പും വെള്ളിയും അതുപോലെ തന്നെ സ്വർണ്ണം, അലുമിനിയം ഒക്കെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന കാരണം തന്നെ അത് ലോഹങ്ങളാണെന്നറിയാം. ബാക്കി എന്തൊക്കെ ലോഹങ്ങളാണ് അറിയുന്നത്? ലോഹങ്ങൾ ഏതൊക്കെയാണ് അറിയുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് സവിശേഷതകളിലേക്ക് പോകാം. മാലിയബിലിറ്റി. എന്താണ് മാലിയബിലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ഇരുമ്പ് പണിക്കാരനെ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇരുമ്പ് പണിക്കാരൻ എന്താ ചെയ്യുന്നുള്ളത്? ചുറ്റിക കൊണ്ടിട്ട് ഒരു ലോഹ കഷ്ണത്തിൽ ചുറ്റിക കൊണ്ട് എന്ത് ചെയ്യാണ്? ഒരു ലോഹ കഷ്ണത്തിൽ ഇങ്ങനെ അടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ അലുമിനിയം കമ്പി എന്തായിട്ട് മാറും? ഈ അലുമിനിയം കമ്പിയെ ചുറ്റിക കൊണ്ട് അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ലോഹ കഷ്ണത്തിൽ അടിക്കുകയാണ്. അപ്പം എന്താണ്? പരന്ന് കിട്ടൂലേ. അതുപോലെ തന്നെ ഇനി ഒരു അലുമിനിയം കമ്പിയെ നമുക്ക് ചുറ്റിക കൊണ്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിലോ അത് പരന്ന് കിട്ടൂലേ. അങ്ങനെ ഗുളികകളും ആഹാര സാധനങ്ങളും പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന അലുമിനിയം ഫോയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ലോഹങ്ങളുടെ എന്ത് സവിശേഷതയായിരിക്കും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം? ഇവിടെ നമുക്ക് അലുമിനിയം ഫോയിൽ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഗുളികകളിലും അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ പൊതിയുന്ന ഫോയിലൊക്കെ എന്താണ്? ഈ ഫോയിലൊക്കെ എന്തായിരിക്കും? എന്ത് പ്രത്യേകതയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് പ്രത്യേകതയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം?
ഇങ്ങനെ അടിച്ച് പരത്തിയിട്ടുണ്ടായിരിക്കില്ല, അതല്ലെങ്കിൽ ആ അലുമിനിയം ഭയങ്കര നേർത്ത ഷീറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. ഇനി ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയും. ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാലിയബിലിറ്റി എന്ന് വെച്ചാൽ ലോഹങ്ങളെ അടിച്ചു പരത്തിയിട്ട് തകിടുകളാക്കാനായിട്ട് കഴിയും. ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ ലോഹങ്ങളെയും ഒരേ രീതിയിൽ ചുറ്റുകൾ കൊണ്ട് അടിച്ചു പരത്താൻ കഴിയുമോ? ഇല്ല അല്ലേ. അതായത് ലോഹങ്ങളുടെ മാലിയബിലിറ്റി ഒരുപോലെയല്ല. അതായത് എല്ലാ ലോഹങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും മാലിയബിലിറ്റി വ്യത്യാസമാണ്, എല്ലാത്തിലും ഒരുപോലെയല്ല. ഇനി മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. പഠിച്ചു വെച്ചിരിക്കുക. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. ഇനി ലോഹങ്ങളുടെ മാലിയബിലിറ്റി പ്രയോജനപ്പെടുത്തുന്നതിന് ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? കെട്ടിടത്തിൻ്റെ മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റുകൾ എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഈ മാലിയബിലിറ്റിയിലെ ഈ സവിശേഷത ഉപയോഗിക്കുന്നതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഭക്ഷണം പൊതിയാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സ്വർണ്ണം, വെള്ളി ആഭരണം നിർമ്മിക്കുന്നതിനൊക്കെ ഈ മാലിയബിലിറ്റി എന്ന് പറയുന്ന സവിശേഷതയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ചിത്രത്തിലെ ബൾബിൻ്റെ ഫിലമെൻറ്റ് ടങ്സ്റ്റണിൻ്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ബൾബിൻ്റെ ഫിലമെൻറ്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റണിൻ്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം. ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്നറിയപ്പെടുന്നത്. അപ്പോൾ മാലിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അടിച്ച് പരത്താൻ കഴിയുന്നതിന് ഞാൻ പറയുന്നത് അല്ലേ. ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെ കമ്പികളാക്കി മാറ്റാൻ കഴിയും. ഇതിനെയാണ് ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. സ്വർണം, ചെമ്പ് മുതലായ ലോഹങ്ങളെ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങളാണ് സ്വർണവും പ്ലാറ്റിനവും. അപ്പോൾ സ്വർണം, ചെമ്പ് മുതലായ ലോഹങ്ങളെ എന്താക്കി മാറ്റാം? വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാനായിട്ട് കഴിയും. ഈ ഒരു സവിശേഷത കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇതിനൊക്കെയാണ്, സ്വർണത്തിനും പ്ലാറ്റിനത്തിനൊക്കെയാണ് അല്ലേ. ഡക്റ്റിലിറ്റി വളരെ കൂടിയിട്ടുള്ള ലോഹങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സ്വർണവും പ്ലാറ്റിനവുമാണ്. അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ ഏതാ പറഞ്ഞത്? മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതായിരുന്നു? സ്വർണ്ണമാണ്. അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്വർണ്ണവും പറയാം, ചെമ്പും പറയാം. ഇനി ലോഹങ്ങളുടെ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ടല്ലോ. അതായത് ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നേരത്തെ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്നതിനെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വൈദ്യുത കമ്പികൾ എന്താണ്? നമുക്കറിയാം നേരത്തെ കമ്പികളാക്കി മാറ്റുന്നുണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ പറയാം? എക്സാമ്പിൾ വൈദ്യുത വയറുകളിലൊക്കെ ഈ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലേ. വയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെമ്പിൻ്റെ കമ്പിയൊക്കെ കാണാനായിട്ട് സാധിക്കില്ല, നേരത്തെ കമ്പിയല്ലേ അത്. അതുപോലെ തന്നെ ബൾബിലെ ഫിലമെൻ്റ് നിർമ്മാണം നമ്മൾ പറഞ്ഞു. പിന്നെ ചൂടാക്കൽ കോയിലുകളുടെ ഉൽപ്പാദനം എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ഈ ലോഹങ്ങളുടെ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് തന്നെ ഒരു ടേബിളിൽ പറഞ്ഞു വൈദ്യുത ചാലകതയാണ് ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. വയറുകളിലൊക്കെ, അതായത് നമ്മൾ ഈ വൈദ്യുതി കടത്തിവിടുന്നതിനായിട്ട് കേബിൾ വയേഴ്സൊക്കെ നമ്മൾ കണ്ടു അല്ലേ ഫസ്റ്റ് തന്നെ. അപ്പോൾ എന്താണ് വൈദ്യുത ചാലകത എന്ന് വെച്ചാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സർക്യൂട്ട് പൂർത്തിയാക്കൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. സർക്യൂട്ട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് അമ്മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അമ്മീറ്ററും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി തന്നിട്ടുണ്ട്. ബൾബ് തന്നിട്ടുണ്ട് അല്ലേ. ബൾബ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ? പിയും ക്യൂ ഉണ്ട് അല്ലേ. പി ക്യൂ എന്ന് പറയുന്നത് ഈ പീക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടല്ലോ, ഈ നമുക്ക് തന്നിട്ടുള്ള ടേബിളില്ലേ, ഇവിടെ ഒരു ടേബിളിൽ കുറച്ച് വസ്തുക്കൾ തന്നിട്ടുണ്ട്. ഈ ഓരോ വസ്തുവും വെച്ചിട്ട് പരീക്ഷണം ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വൈദ്യുതി കടത്തി വിടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണം നമുക്ക്. അതായത് വൈദ്യുതി കടത്തി വിടുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ബൾബ് പ്രകാശിക്കണം അല്ലേ. ഇവിടെ നമ്മൾ ബൾബ് കണ്ടല്ലോ. അപ്പോൾ ഈ ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വൈദ്യുതി കടത്തി വിടുന്നുണ്ടെന്ന്. ഇല്ലാന്നുണ്ടെങ്കിലോ വൈദ്യുതി കടത്തി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബൾബ് പ്രകാശിക്കില്ല അല്ലേ. അപ്പോൾ പീക്യു അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ആദ്യം മടക്കിയെടുത്ത ഒരു കടലാസ് കഷ്ണം വെച്ച് നോക്കാം. അപ്പം ഒരു കടലാസ് കഷ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ബൾബ് പ്രകാശിക്കോ? ഇല്ല അല്ലേ. ബൾബ് പ്രകാശിക്കില്ല. അവിടെ വൈദ്യുത ചാലകമാണോ? വൈദ്യുത ചാലകം എന്ന് വെച്ചാൽ വൈദ്യുതി കടത്തി വിടണം അല്ലേ. വൈദ്യുതി കടത്തി വിടുന്നുണ്ടെങ്കിൽ ബൾബ് പ്രകാശിക്കണം. അവിടെ ബൾബ് പ്രകാശിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? വൈദ്യുത ചാലകമല്ല എന്ന് പറയാം അല്ലേ. വൈദ്യുത ചാലകമല്ല എന്ന് പറയാം. ഇനി പ്ലാസ്റ്റിക് സ്കെയിലിൻ്റെ ഒരു കഷ്ണം നമ്മൾ പ്ലാസ്റ്റിക് സ്കെയിൽ വെച്ച് നോക്കിയെന്ന് വിചാരിക്കുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ബൾബ് പ്രകാശിക്കോ? ഇല്ല, ബൾബ് പ്രകാശിക്കില്ല. അപ്പോൾ നമുക്ക് വൈദ്യുതി ചാലകമാണോ? അല്ല അല്ലേ. വൈദ്യുതി ചാലകമല്ല എന്ന് പറയാം. ഇനി റേസർ ബ്ലേഡിൻ്റെ ഒരു കഷ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബൾബ് തിളങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് ബൾബ് തിളങ്ങല്ല, ബൾബ് പ്രകാശിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈദ്യുത ചാലകമാണോ? വൈദ്യുത ചാലകമാണ് അല്ലേ. ഇനി നേരത്തെ ഇരുമ്പ് കമ്പി വയ്ക്കുകയാണെങ്കിലും ബൾബ് പ്രകാശിക്കില്ലേ? ബൾബ് പ്രകാശിക്കും. അതായത് അത് വൈദ്യുത ചാലകമാണ്. ഇനി അലുമിനിയം കമ്പിയാണെങ്കിലും ബൾബ് പ്രകാശിക്കും. അപ്പോൾ എന്താണ്? വൈദ്യുത ചാലകമാണ്. ഇനി ഏതൊക്കെ പറയാം? ഗ്ലാസ് വടി എടുത്ത് നോക്കിയോ. ഗ്ലാസിൻ്റെ വടി നോക്കുകയാണെങ്കിൽ ബൾബ് പ്രകാശിക്കോ? ഇല്ല. അതുപോലെ തന്നെ വൈദ്യുത ചാലകമായിരിക്കോ? അല്ല. നെക്സ്റ്റ് എന്താണ് വയ്ക്കുക? ചെമ്പ് വയർ വെച്ച് നോക്കിയാലോ. ചെമ്പിൻ്റെ വയറില്ലേ, അത് വെച്ച് നോക്കുകയാണെങ്കിലോ
പ്രകാശിക്കൽ, ബൾബ് പ്രകാശിക്കും, അതായത് വൈദ്യുത ചാലകമാണ്. ഇനി റബ്ബർ ബാൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൾബ് പ്രകാശിക്കോ? ഇല്ല, ബൾബ് പ്രകാശിക്കില്ല. അതായത് വൈദ്യുത ചാലകമാണോ? അല്ല, വൈദ്യുതി ചാലകമല്ല എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവയിൽ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് വൈദ്യുത ബൾബ് പ്രകാശിച്ചത്? ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ്? നമ്മൾ ചെമ്പ് ഉപയോഗിച്ചു, അലുമിനിയം വയർ ഉപയോഗിച്ചു, പിന്നെ ഏതൊക്കെയാണ് വെച്ചത്? റേസർ ബ്ലേഡ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പ്രകാശിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെമ്പ് നമ്മൾ പറഞ്ഞു ഇല്ലേ. അപ്പോൾ ഇവ ലോഹങ്ങളാണോ അലോഹങ്ങളാണോ? ഈ പരീക്ഷണത്തിൽ നിന്ന് എന്താണ് വ്യക്തമാക്കുന്നത്? എന്താണ് ഇവിടെ ഇത് ലോഹങ്ങളായിരുന്നോ അലോഹങ്ങളായിരുന്നോ? അതായത് ലോഹങ്ങളായിരുന്നു അല്ലേ. അതായത് ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നു, എന്നാൽ എല്ലാ ലോഹങ്ങളും ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നത്. ഓക്കെ, ലോഹങ്ങൾ വൈദ്യുതി കടത്തിവിടുന്നുണ്ടെങ്കിലും എല്ലാ ലോഹങ്ങളും ഒരുപോലെ ആയിരിക്കില്ല വൈദ്യുതി കടത്തിവിടുന്നത്. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവിനെയാണ് വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം, ആ സവിശേഷതയിൽ നിന്ന് പറയാം വൈദ്യുത ചാലകത എന്ന് പറയാം. എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. എല്ലാ ലോഹങ്ങളും എന്താണ്? വൈദ്യുത ചാലകങ്ങളാണ്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വൈദ്യുതി കടത്തിവിടുന്നത് അല്ലെങ്കിൽ താപം കടത്തിവിടുന്നതൊക്കെ എന്താണ്? വെള്ളി ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വെള്ളിയാണ്. വെള്ളി, ചെമ്പ്, സ്വർണം, അലുമിനിയം ഇവയുടെ വൈദ്യുത ചാലകത എങ്ങനെയാണെന്ന് നോക്കി. വെള്ളിയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി കടത്തിവിടുക, അതിനുശേഷം ചെമ്പിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി കടത്തിവിടുക, പിന്നെ സ്വർണ്ണത്തിലാണ്, പിന്നെ അലുമിനിയത്തിലാണ്. ഏറ്റവും കുറവാണ് അലുമിനിയം വരുന്നത് അല്ലേ. അതുപോലെ തന്നെ സ്വർണം ചെമ്പിന് താഴെയായിട്ടാണ് വരുന്നത്. അപ്പോൾ വെള്ളി, ചെമ്പ്, സ്വർണം, അലുമിനിയം ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകത ചോദിക്കുകയാണെങ്കിൽ ഏതിനാണ്? വെള്ളിക്കാണ്. പിന്നെ ചെമ്പിന് വരും അല്ലേ. പിന്നെയാണ് സ്വർണം, അലുമിനിയത്തിന് വരുന്നത്. വീടുകളിൽ വൈദ്യുത വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? വൈദ്യുത വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? ചെമ്പല്ലേ. ചെമ്പാണ് വൈദ്യുത വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഇനി പൊതുവിതരണത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുത ലൈൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? പൊതുവിതരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുത ലൈൻ എന്തായിരിക്കും? അലുമിനിയമാണ് അല്ലേ. അലുമിനിയമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിനായി വെള്ളി ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? വെള്ളിക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും അല്ലേ. അതായത് വൈദ്യുത പ്രവാഹ ലൈനുകൾ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? അലുമിനിയമാണ്. കാരണം എന്താണ്? ചെമ്പ്, വെള്ളി മുതലായിട്ട് നല്ല മൂല്യം നല്ല വില കൊടുക്കേണ്ടി വരും. അതിനാൽ തന്നെ ആവശ്യത്തിന് ഇവ പ്രയോഗിക്കാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് താപചാലകത എന്ന് വെച്ചാൽ എന്താണ്? താപം നന്നായിട്ട് കടത്തിവിടുന്നുണ്ടായിരിക്കണം അല്ലേ. അതായത് സാധാരണയായി പാചക പാത്രങ്ങൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ എന്താണ്? ഇതെല്ലാം പറയുന്നത് ലോഹങ്ങളായിരിക്കും. എല്ലാം ലോഹങ്ങളായിരിക്കും, പക്ഷെ വ്യത്യസ്ത ലോഹങ്ങളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അലുമിനിയം പാത്രം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ചെമ്പ് പാത്രം ഉണ്ടായിരിക്കാം അല്ലേ. ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളായിരിക്കും ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക? അപ്പോൾ ഏതൊക്കെയായിരിക്കും? നമുക്ക് നന്നായിട്ട് താപം കടത്തിവിടണം അല്ലേ. അപ്പോൾ അതായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. ലോഹങ്ങളുടെ താപം കടത്തിവിടാനുള്ള കഴിവാണല്ലോ ഇവിടെ പ്രധാനമായിട്ടും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. താപം നന്നായിട്ട് കടത്തിവിടണം, എന്നാൽ മാത്രമല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വേവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഭക്ഷണം പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങളിൽ എന്തിൻ്റെ സവിശേഷത വേണം? താപചാലകത നന്നായി താപം നന്നായിട്ട് കടത്തിവിടുന്നുണ്ടായിരിക്കണം. താപം കടത്തിവിടാനുള്ള കഴിവിനെയാണ് താപചാലകത എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ്. ഈ താപചാലകത എന്ന് പറയുന്നത് ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ്. അപ്പം നമ്മൾ ഏതൊക്കെ സവിശേഷതകൾ പഠിച്ചു? മാലിബിലിറ്റി പറഞ്ഞു, അതുപോലെ തന്നെ വൈദ്യുത ചാലകത പറഞ്ഞു അല്ലേ, ഡക്റ്റിലിറ്റി പറഞ്ഞു, പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? ഓക്കെ, ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. അപ്പോൾ വൈദ്യുത ചാലകം ചോദിക്കുകയാണെങ്കിലും താപചാലകം ചോദിക്കുകയാണെങ്കിലും എന്ന് തന്നെയാണ്, വെള്ളിയാണ്. താരതമ്യേന താപചാലകത കൂടിയവയാണ് അലുമിനിയം, ചെമ്പ് എന്നിവ. അലുമിനിയം, ചെമ്പൊക്കെ എന്താണ്? താപചാലകത കൂടുതലുള്ളത് തന്നെയാണ്. പാചകപാത്രങ്ങൾ നിർമ്മിക്കാൻ അലുമിനിയം വ്യാപകമായി ഉപയോഗിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? എന്തുകൊണ്ടായിരിക്കാം പാചകപാത്രങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് കൂടുതൽ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കും? വില കുറവായ കാരണമായിരിക്കും. വെള്ളി വെച്ചിട്ട് വെള്ളിക്കൊണ്ട് നമുക്ക് പാത്രങ്ങൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുമോ? നല്ല റേറ്റ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അലുമിനിയം അല്ലെങ്കിൽ അലുമിനിയത്തിനെ കൊണ്ട് അല്ലെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ ചെമ്പ് പാത്രങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതിനാൽ പാചക പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നു.
ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അലോഹമായ കാർബണിൻ്റെ 2 പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക, കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും. വജ്രത്തിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും വിവിധതരം ഉപയോഗങ്ങൾക്ക് കാരണം അവയുടെ സവിശേഷതകളാണ്. വജ്രത്തിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും ഉപയോഗങ്ങൾക്ക് കാരണം ഇവയുടെ സവിശേഷത തന്നെയാണ്. അതായത് നമുക്കറിയാം, നന്നായിട്ട് താപം കടത്തിവിടുന്ന ഒരു പദാർത്ഥങ്ങളിലൊന്നാണ് വജ്രം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ്. ഈ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ 2 കുറേ ഉണ്ട് കേട്ടോ. അതിൽ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്നത് വജ്രം ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ വജ്രത്തിൻ്റെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ താപചാലകത ചോദിക്കുകയാണെങ്കിൽ ഇതാണ് വജ്രമാണ്. ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുത ചാലകതയാണുള്ളത്. അപ്പം താപചാലകത കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ വജ്രത്തിനും ഗ്രാഫൈറ്റിന് എന്താണ് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയാണുള്ളത്. അതിനാൽ ഇലക്ട്രോഡായിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാഫൈറ്റ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണ്? അതിന് വൈദ്യുത ചാലകത കൂടുതലാണ് അല്ലേ, വൈദ്യുത ചാലകത ഉണ്ടെന്ന് പറയാം. എന്തായാലും താപചാലകത കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ ഏതിനാണ്? വജ്രത്തിനാണ്. ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? ഗ്ലാസ് മുറിക്കുന്നതിനായിട്ടും വജ്രം ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണ്? അതിന് ഉയർന്ന കാഠിന്യമാണ്. ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? വജ്രത്തിന് കാഠിന്യം കൂടുതലാണ്. വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനുള്ള വ്യത്യാസമാണ് അവയുടെ തികച്ചും വ്യത്യസ്തമായ സവിശേഷതകൾക്ക് കാരണം. നമ്മൾ പറഞ്ഞു കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് ഗ്രാഫൈറ്റും അതുപോലെ തന്നെ വജ്രം. എന്നാൽ ഇവരുടെ സവിശേഷതകൾ വ്യത്യാസമാണ് അല്ലേ. കാരണം എന്താണ്? ഇവയിൽ കാർബൺ ആറ്റങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് വ്യത്യാസമായിരിക്കും. നെക്സ്റ്റ് സൊണോരിറ്റി. എന്താണ് സൊണോരിറ്റി എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ ബെല്ലടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകലെയാണെന്നുണ്ടെങ്കിലും സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും അല്ലേ. അതുപോലെ തന്നെ ചിലങ്ക കിലുങ്ങുമ്പോൾ ഇലത്താളത്തിൻ്റെ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് നല്ല ഇമ്പമുള്ള ശബ്ദമാണ് അല്ലേ. ഇവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ലോഹങ്ങൾ കൊണ്ടാണ്. അപ്പോൾ സ്കൂളിൽ മണി മുഴക്കുന്നതിനായിട്ട് ഒരു മരക്കഷ്ണം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. മരക്കഷ്ണത്തിൽ അടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത എന്താണ്? മണി മുഴക്കം പോലെ അനുഭവപ്പെടുമോ? ഇല്ല. ജസ്റ്റ് മരത്തുമ്പോൾ തട്ടുമ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് മാത്രമല്ലേ അനുഭവപ്പെടുന്നുള്ളൂ. ഉപരിതലത്തിലുള്ള കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട്. അപ്പം കട്ടിയുള്ള വസ്തു കൊണ്ട് ഉപരിതലത്തിൽ തട്ടുമ്പോൾ നല്ല ശബ്ദം അല്ലെ, നല്ല പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയും. ആ ഒരു സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്? സൊണോരിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോഹദ്യുതി. ഒരു ഇരുമ്പാണി എടുത്ത് സാൻഡ് പേപ്പർ കൊണ്ട് ഉരസി നോക്കൂ. എന്ത് മാറ്റമാണ് കാണുന്നത്? ഒരു ഇരുമ്പാണി എടുത്തിട്ട് സാൻഡ് പേപ്പറിൽ ഉരച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാണാനായിട്ട് സാധിക്കും? ചെറിയൊരു തിളക്കം കാണാനായിട്ട് സാധിക്കും അല്ലേ. ഇനി സ്വർണ്ണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ തിളക്കമുണ്ടാവും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇരുമ്പാണിയൊക്കെ ഇങ്ങനെ ഉരസി നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു തിളക്കം കാണാനായിട്ട് സാധിക്കും. എന്നാൽ സ്വർണ്ണത്തിലും വെള്ളിയിലൊക്കെ എന്താണ് സ്വതവേ നമുക്ക് തിളക്കമുള്ള വസ്തുക്കളായിട്ടാണ് കാണുന്നത് അല്ലേ. ഒരു കഷ്ണം സോഡിയം കത്തി ഉപയോഗിച്ച് മുറിക്കുന്നത് നിരീക്ഷിക്കും. ഒരു കഷ്ണം സോഡിയം കത്തി ഉപയോഗിച്ച് മുറിക്കാം. അപ്പോൾ പുതുതായിട്ട് രൂപം കൊള്ളുന്ന പ്രതലത്തിന് തിളക്കമുള്ളതായിട്ട് കാണും. ഓക്കെ, ഒരു സോഡിയം മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഇതുപോലെ തന്നെ ചെറിയൊരു തിളക്കം കാണാനായിട്ട് സാധിക്കും. ലോഹങ്ങളുടെ പ്രതലത്തിൻ്റെ ഈ തിളക്കത്തിയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. ലോഹങ്ങളുടെ ഈ പ്രതലത്തിൽ ഉണ്ടാകുന്ന ഒരു തിളക്കത്തിയാണ് എന്ന് പറയുന്നത് ലോഹദ്യുതി എന്ന് പറയുന്നത്. ഇനി ചില ലോഹങ്ങൾ മുറിക്കുമ്പോഴോ ഉരസുമ്പോഴാണ് ലോഹദ്യുതി കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, ഇരുമ്പാണിയൊക്കെ നമ്മൾ ഇങ്ങനെ ഉരസുമ്പോഴാണ് അല്ലെങ്കിൽ സോഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുറിക്കുമ്പോഴാണ് നമുക്ക് തിളക്കം കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ സ്വർണ്ണം, വെള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് തിളക്കമുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലേ. എല്ലാ ലോഹങ്ങളുടെയും ലോഹദ്യുതി ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമായിരിക്കും. ഇനി ലോഹദ്യുതി ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? ഇതൊക്കെയാണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ്? കണ്ണാടികളുടെ നിർമ്മാണത്തിന് എന്താണ് ഉപയോഗിക്കുന്നത്? ലോഹദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. ലോഹദ്യുതി എന്ന് പറയുന്ന സവിശേഷതയാണ് ഉപയോഗിക്കുന്നത് കണ്ണാടിയുടെ നിർമ്മാണത്തിന്. അതുപോലെ തന്നെ നമ്മൾ ഫോയിലുകളൊക്കെ നിർമ്മിക്കുന്നുണ്ടല്ലോ അല്ലേ, പൊതിയാനും പാക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഫോയിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫോയിലും എന്താണ്? ലോഹദ്യുതി നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഫോയിലുണ്ടാവും. നെക്സ്റ്റ് കാഠിന്യം. അടുത്ത സവിശേഷതയാണ് കാഠിന്യം. സോഡിയം ലോഹം കത്തി ഉപയോഗിച്ച് എളുപ്പത്തിൽ മുറിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായല്ലോ. സോഡിയം ലോഹം നമുക്ക് പെട്ടെന്ന് കത്തി ഉപയോഗിച്ച് മുറിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ പറഞ്ഞ് ചെറിയൊരു തിളക്കം കാണുന്നില്ലേ. ചെമ്പ്, അലുമിനിയം, സ്വർണ്ണം മുതലായവ ഇത്തരത്തിൽ മുറിക്കാൻ സാധിക്കുമോ? ഒരു കത്തി എടുത്തിട്ട് നമ്മൾ വെള്ളി മുറിക്കാൻ നോക്കി നോക്കുമോ, അല്ലെങ്കിൽ സ്വർണ്ണമൊക്കെ മുറിക്കാൻ നോക്കുകയാണെങ്കിൽ പറ്റുമോ? ഇല്ല അല്ലേ. കാരണം എന്താണ്? അതിന് കാഠിന്യം കൂടുതലായിരിക്കും. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ മൃദുലോഹങ്ങളാണ്. എന്നാൽ മറ്റു ലോഹങ്ങൾ കാഠിന്യമുള്ളവയാണ്. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ മൃദുലോഹങ്ങളാണ്. അതായത് ഇവയെ നമുക്ക് പെട്ടെന്ന് മുറിക്കാനായിട്ട് സാധിക്കും.
സാധിക്കും. എന്നാൽ മറ്റു ലോഹങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? കാഠിന്യമുള്ളവയാണ്. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒഴികെയുള്ള മറ്റു ലോഹങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? കാഠിന്യമുള്ളവയാണെന്ന് പറയാം. അപ്പോൾ ലോഹങ്ങൾ പൊതുവെ കാഠിന്യമുള്ളവയാണ്. എക്സെപ്റ്റ് ഈ ഒരു കേസും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്താണ്? മൃദുലോഹങ്ങളാണ്. അവ പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നു. എന്താണ് കാണപ്പെടുന്നത്? അതായത് ഈ ലോഹങ്ങളെല്ലാം പൊതുവെ എങ്ങനെയാണ്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ചില ലോഹങ്ങൾ എന്താണ്? ദ്രാവകാവസ്ഥയിലും കാണപ്പെടുന്നുണ്ട്. നോക്കാം നമുക്ക്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളുണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെർക്കുറി എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകാവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു ലോഹമാണ്. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക, ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലല്ല കാണാം. നമ്മൾ ഒരു പൊതുവായ സവിശേഷത പറയുകയാണെങ്കിൽ ലോഹങ്ങൾ ഖരാവസ്ഥയാണെന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ്? കാഠിന്യമുള്ളവയാണെന്ന് പറയാം. എന്നാൽ അവിടുത്തെ അതായത് ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം പൊട്ടാസ്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഇവ മൃദുലോഹങ്ങളാണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ബാക്കി എല്ലാ ലോഹങ്ങളും എന്താണ്? ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നതെങ്കിലും മെർക്കുറി കാണപ്പെടുന്നതാണ് ദ്രാവകാവസ്ഥയിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണുള്ളത്. പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ലോഹങ്ങളുടെ സവിശേഷതയാണ് നമ്മൾ പറയുന്നത്. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണുള്ളത്. എന്താണ് ഉയർന്ന ദ്രവനില എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ ഒരു സവിശേഷത ഒക്കെ പഠിക്കുമ്പോണ്ടല്ലോ എക്സെപ്ഷൻ കേസും കൂടെ പഠിച്ചു വെച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ലോഹങ്ങൾക്കെല്ലാം ഉയർന്ന ദ്രവനിലയാണെന്ന് പറഞ്ഞു. എന്നാൽ ഗാലിയം, സീസിയം എന്നിവ താഴ്ന്ന ദ്രവനിലയുള്ള ലോഹങ്ങളാണ്. നമ്മുടെ ഇളം ഉള്ളം കയ്യിൽ വെച്ചാൽ അവ ഉരുകുന്നതായി കാണാനായിട്ട് സാധിക്കും. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ അവ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടും. അപ്പോൾ എന്താ പറയുന്നത്? ലോഹങ്ങൾ എല്ലാം എന്താണ്? ഉയർന്ന ദ്രവനിലയാണുള്ളത്. എന്നാൽ ഉയർന്ന ദ്രവനിലയാണെന്നുണ്ടെങ്കിലും ചില ലോഹങ്ങളൊക്കെ നമുക്ക് ഗാലിയം, സീസിയം ഒക്കെ ഉണ്ടല്ലോ, ഈ ഗാലിയം, സീസിയം ഒക്കെ നമ്മുടെ കൈവെള്ളയിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? മുരുകി പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് എന്താണ്? ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന തിളനിലയാണുള്ളത്. നമ്മൾ പറഞ്ഞു ഉയർന്ന ദ്രവനിലയാണുള്ളത്, ഉയർന്ന തിളനിലയാണുള്ളതെന്ന് പറഞ്ഞു. എന്നാൽ ഇരുമ്പാണി, അലുമിനിയം, കമ്പി തുടങ്ങിയ പലതരം ലോഹവസ്തുക്കൾ, ചെറിയ മരക്കഷ്ണം, കരിക്കട്ട, തെർമോകോൾ, കോർക്ക് മുതലായവ ഓരോന്നായി ഒരു ബീക്കറിലെ ജലത്തിലിടാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ വസ്തുക്കളാണ് താണു പോകുന്നത്? ഏതെല്ലാമാണ് ജലത്തിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്നത്? ഏതൊക്കെയായിരിക്കും കാണപ്പെടാം? ഇരുമ്പാണി, അലുമിനിയം, കമ്പി തുടങ്ങിയ പലതരം ലോഹവസ്തുക്കളും ചെറിയ മരക്കഷ്ണവും കരിക്കട്ടും തെർമോക്കോളും ഒക്കെ ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഹങ്ങൾ നന്നായിട്ട് പൊന്തി കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന സാന്ദ്രതയുണ്ട്. എന്നാൽ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ ഉൾപ്പെട്ടവയാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന് എന്താണ്? ലിഥിയം, സോഡിയം വ്യത്യാസം പറഞ്ഞല്ലോ, മൃദുലോഹങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അതിനെ പഠിച്ചു വെച്ചിരിക്കുക, സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ലോഹങ്ങളെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇതും കൂടി പറയാം. ഇനി പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതും ഉയർന്ന താപ വൈദ്യുത ചാലകതകൾ കാണിക്കുന്നതും തിളക്കവും കാഠിന്യമുള്ളതുമായ വസ്തുക്കളാണ് ലോഹങ്ങൾ പറയുന്നത്. ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഉയർന്ന താപചാലകതയും വൈദ്യുത ചാലകതയുണ്ട്, തിളക്കവും കാഠിന്യമുണ്ട്. അതുവയ്ക്ക് എന്താണ്? ലോഹങ്ങളുടെ സവിശേഷതകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചത്? ലോഹങ്ങളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? എന്തൊക്കെ സവിശേഷതകളാണ് പറഞ്ഞത്? ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കി. ഏതൊക്കെയാണ് പറഞ്ഞത്? മാലിയബിലിറ്റി പറഞ്ഞു. അത് ഒന്നാമത്തെ സവിശേഷതയാണ്. അതായത് അടിച്ചു പരത്താൻ പറ്റുമെന്ന് പറഞ്ഞു. ലിസോറിനൊക്കെ ഒരു എക്സാമ്പിളാണ്. 2 ഡക്റ്റിലിറ്റി പറഞ്ഞു. ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെ കമ്പികളാക്കി ആക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞു. 3 വൈദ്യുത ചാലകതയാണ്. വൈദ്യുതി നന്നായി കടത്തിവിടുന്നതാണെന്ന് പറഞ്ഞു ലോഹങ്ങൾ. അതുപോലെ തന്നെ ഇത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഏറ്റവും കൂടുതലുള്ളതും കുറവുള്ളതും പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് താപചാലകത എന്ന് പറയുമ്പോൾ എന്താണ്? താപചാലകത എന്താണ്? താപം നന്നായിട്ട് കടത്തിവിടുന്നവയാണെന്ന് പറഞ്ഞു. താപം നന്നായിട്ട് കടത്തിവിടുന്ന ഇതാണ് വെള്ളിയാണെന്നും പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് സൊണോറിറ്റി പറഞ്ഞു. നന്നായിട്ട് എന്താണ്? ശബ്ദം ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നതിനെയാണെന്ന് പറയുന്നത് സൊണോറിറ്റി എന്ന് പറയുന്നത്. ശബ്ദം മുഴങ്ങി കേൾക്കുന്നതിനെയാണ് അല്ലേ. അതായത് ഈ ചില വസ്തുക്കളൊക്കെ തട്ടുമ്പോൾ എന്താണ്? ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ടായിരിക്കുന്നതിനെയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോഹദ്യുതി പറഞ്ഞു. തിളക്കമുണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? കാഠിന്യമുണ്ടെന്ന് പറഞ്ഞു അല്ലേ. കാഠിന്യമുള്ളവയാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? കാഠിന്യമുള്ളവയാണെന്ന് പറഞ്ഞു. പിന്നെ ഉയർന്ന ദ്രവനിലയുണ്ട്, ഉയർന്ന തിളനിലയുണ്ട്, ഉയർന്ന സാന്ദ്രതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 10 പോയിന്റ്സ് ആണ് നമ്മൾ ലോഹങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇനി നമുക്ക് അലോഹങ്ങളെ കുറിച്ച് നോക്കാം. ലോഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അലോഹങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും? അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവായിരിക്കും. മറ്റേതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ലോഹങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അലോഹങ്ങൾക്ക് കാഠിന്യം കുറവാണ്. പിന്നെ സൊണോറിറ്റി പ്രകടിപ്പിക്കുന്നില്ല. സാധാരണയായിട്ട് താപചാലകങ്ങളല്ല. സൊണോറിറ്റി പ്രകടിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ താപചാലകങ്ങളല്ല. സയൻസ് ഡയറിയിൽ അലോഹങ്ങളുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും മാദകാവസ്ഥയിലും ഉള്ളവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സവിശേഷതകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ സവിശേഷതകളെല്ലാം ഭൗതിക ഗുണങ്ങളിൽപ്പെട്ടവയാണ്. ഇനി ലോഹങ്ങളും അലോഹങ്ങളും ഇവയുടെ രാസഗുണത്തിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭൗതിക ഗുണങ്ങൾ പഠിച്ചു, ഇതിൻ്റെ രാസഗുണമാണ് നോക്കുന്നത്, അതായത് രാസപ്രവർത്തനങ്ങളാണ് നോക്കുന്നത് കേട്ടോ. ലോഹങ്ങളും അന്തരീക്ഷ വായുവും തമ്മിലുള്ള പ്രവർത്തനം. കത്തി ഉപയോഗിച്ച് സോഡിയം മുറിച്ചപ്പോൾ രൂപം കണ്ട പ്രതലം ശ്രദ്ധിക്കൂ. അല്പനേരം വായുവിൽ തുറന്നു വെച്ച ശേഷം ഇത് നിരീക്ഷിക്കൂ. എന്ത് മാറ്റമാണ് ഉണ്ടായിരിക്കാം? എന്താ സംഭവിക്കുക? സോഡിയം നമ്മൾ പറഞ്ഞു സോഡിയം മുറിക്കുമ്പോൾ എന്ന സമയത്ത് എന്താണ് ചെറിയൊരു തിളക്കം കാണാനായിട്ട് സാധിക്കുന്നു പറഞ്ഞു അല്ലേ. എന്നാൽ കുറച്ച് നേരം ഇത് ഇങ്ങനെ എന്താ പറയുക, കുറച്ച് നേരം ഇങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു നമ്മൾ തിളക്കം കണ്ടല്ലോ, ഈ തിളക്കം കാണാനായിട്ട് പറ്റില്ല. അതായത് തിളക്കം നഷ്ടപ്പെടും. അതായത് എന്താണ് ലോഹദ്യുതി നഷ്ടപ്പെടാൻ കാരണം എന്തായിരിക്കും? ലോഹദ്യുതി എന്ന് വെച്ചാൽ എന്താണ്? തിളക്കമുള്ള വസ്തുക്കളെയാണ് അല്ലേ, തിളക്കമുള്ളതിനെയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ തിളക്കം നഷ്ടപ്പെടും, അതായത് ലോഹദ്യുതി നഷ്ടപ്പെടും. സോഡിയവും വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം. സോഡിയം വായുവിലെ ഘടകങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന കാരണമാണ് ഈ ഒരു തിളക്കം നഷ്ടപ്പെടുന്നത്. ഇനി അലുമിനിയം കൊണ്ടുണ്ടാക്കിയ പഴയ വസ്തുക്കളുടെ ഉപരിതലം മങ്ങിയിരിക്കുന്നതായി ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഒരു അലുമിനിയം കമ്പി സാൻഡ് പേപ്പർ കൊണ്ട് ഉരസി നോക്കൂ, എന്ത് മാറ്റമാണ് കാണാൻ? നമ്മൾ പറഞ്ഞു അല്ലേ, ഇത് തിളങ്ങുന്നത് കാണാനായിട്ട് സാധിക്കുന്ന. ഇതുപോലെ ചെമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ മിക്ക ലോഹങ്ങളും അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നുണ്ട്. ചെമ്പ്, മഗ്നീഷ്യം, അലുമിനിയം എന്നിവയൊക്കെ എന്താണ്? അന്തരീക്ഷ വായുവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി മഗ്നീഷ്യം റിബൺ കത്തിച്ച് നോക്കൂ, എന്താണ് അവശേഷിക്കുന്നത്? മഗ്നീഷ്യം റിബൺ കത്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മഗ്നീഷ്യം റിബൺ കത്തിക്കാന്ന് വെച്ചാൽ എന്താണ്? ഓക്സിജനുമായിട്ട് പ്രോസസ്സ് നടക്കുകയാണ് അല്ലേ. അതായത് മഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന സംയുക്തം ഉണ്ടാക്കുന്നു. എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന സംയുക്തം ഉണ്ടാക്കുന്നു. മഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാകുന്നു? മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന സംയുക്തം ഉണ്ടാക്കുന്നു. മഗ്നീഷ്യം, ഓക്സിജൻ എന്നിവ തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടായത്? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായത് അല്ലേ. മഗ്നീഷ്യം ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായത്. അപ്പം മഗ്നീഷ്യം ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകും. ഈ പ്രവർത്തനത്തിലുണ്ടായ മഗ്നീഷ്യം ഓക്സൈഡ് ഒരു ബീക്കറിലെ ജലത്തിൽ ലയിപ്പിക്കൂ. അപ്പോൾ നമ്മൾ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായെന്ന് പറഞ്ഞു അല്ലേ. ഈ മഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിലേക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ എന്ത് നിറമാറ്റമാണ് ഉണ്ടായിരിക്കുക? എന്തായിരിക്കും കാരണം? നമുക്ക് നോക്കാം. ഇപ്പം മഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിച്ചുണ്ടാക്കുന്ന മഗ്നീഷ്യം ഹൈഡ്രോ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ബേസ് ആയിരിക്കും. മഗ്നീഷ്യം ഓക്സൈഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ മഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ ജലത്തിൽ ലയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്നത് എന്തായിരിക്കും? മഗ്നീഷ്യം ഹൈഡ്രോ ഓക്സൈഡ് ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കലിയാണ് അല്ലേ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആൽക്കലിയാണ്. വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായ ഒഴികെയുള്ള മിക്ക ലോഹങ്ങളും വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായവ ഒഴികെ, അതായത് വെള്ളിയും സ്വർണം പ്ലാറ്റിനം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാതും എന്താണ്? ഈ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? ഓക്സൈഡ് ഉണ്ടാക്കും. മിക്ക ലോഹ ഓക്സൈഡുകളും ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ബേസിക് സ്വഭാവം പ്രകടിപ്പിക്കുന്നു. എന്നാൽ മിക്ക ഈ ലോഹ ഓക്സൈഡുകളൊക്കെ നമ്മൾ ജലത്തിൽ ലയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ജലവുമായിട്ട് സമ്പർക്കത്തിൽ വരാണെന്നുണ്ടെങ്കിൽ എന്താണ്? ബേസിക് സ്വഭാവം, അതായത് ആൽക്കലി സ്വഭാവമാണ് കാണിക്കുന്നത്. ചില ലോഹങ്ങൾ ഓക്സിജന് പുറമെ വായുവിലുള്ള ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ മറ്റു ഘടകങ്ങളുമായും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചില ലോഹങ്ങൾ ഓക്സിജനുമായിട്ട് മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡും ജലാംശവുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണ്. അത് പഠിച്ചു വെച്ചിരിക്കുക. ലോഹ ഓക്സൈഡുകൾ എപ്പോഴും എന്താണ്? ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് അലോഹ ഓക്സൈഡുകൾ നോക്കാം. അലോഹ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഓക്സിജനുമായിട്ട് സംയോജിച്ചാൽ എന്തുണ്ടായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അല്ലേ. കാർബണും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ചാൽ എന്തുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇനി സോഡാ വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? എങ്ങനെയാണ് സോഡാ വെള്ളം തയ്യാറാക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിൽ എന്ത് കടത്തിവിടാണ്? ജലം കടത്തിവിടാണ് അല്ലേ. അതായത് ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാ വെള്ളം ഉണ്ടാക്കുന്നത്. ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കും അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിക്കും. അത് ഉയർന്ന മർദ്ദത്തിലായിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സോഡാ വെള്ളം കിട്ടുന്നത്. സോഡാ വെള്ളത്തിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കൂ. അപ്പോൾ എന്ത് സംഭവിക്കും? നീല ലിറ്റ്മസ് മുക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? റെഡ് കളർ ആവും അല്ലേ. റെഡ് കളർ എന്ന് വെച്ചാൽ ചുവപ്പ് കളർ ആവും അല്ലേ. ചുവപ്പ് കളർ ആവുകയാണെങ്കിൽ അത് എന്ത് സ്വഭാവമായിരിക്കും? അസിഡിക് സ്വഭാവമായിരിക്കും. സോഡാ വെള്ളത്തിന് അസിഡിക് സ്വഭാവമാണുള്ളത്. ഇതിൽ കാർബോണിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം അലോഹ ഓക്സൈഡുകളെല്ലാം എന്താണ്? അസിഡിക് സ്വഭാവമുള്ളവയാണ്. ലോഹ ഓക്സൈഡ് നമ്മൾ പറഞ്ഞു എന്താണ്? ആൽക്കലി സ്വഭാവം അല്ലെങ്കിൽ ബേസിക് സ്വഭാവമുള്ളവയാണെന്ന് പറഞ്ഞു. എന്നാൽ അലോഹ ഓക്സൈഡുകൾ എന്താണ്? അസിഡിക് സ്വഭാവമുള്ളവയാണ്. നെക്സ്റ്റ് ലോഹനാശനം. ലോഹനാശനം എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇരുമ്പ് തുരുമ്പിക്കില്ലേ, അതൊക്കെ എന്താണ്? ലോഹനാശനമാണ്. ലോഹത്തിന് നാശം സംഭവിക്കാണ്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് കത്തികൾ നന്നായി തുടച്ച്
ജലാംശം നീക്കം ചെയ്ത് സൂക്ഷിച്ചില്ലെങ്കിൽ തുരുമ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചെമ്പിൽ ക്ലാവ് പിടിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം. ഇതിനൊക്കെ കാരണം എന്താണ്? ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അലുമിനിയത്തിൻ്റെ ഉപരിതലം തിളക്കം നഷ്ടപ്പെട്ട് മങ്ങിയിരിക്കുന്നതിൻ്റെ കാരണവും അതാണ്. നമ്മൾ പറഞ്ഞു അലുമിനിയം ഒക്കെ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ തിളക്കൊക്കെ നഷ്ടപ്പെടും അല്ലേ? കാരണം എന്താണ്? ഇത് തിളക്കം നഷ്ടപ്പെട്ട് മങ്ങിയിരിക്കുന്നതിന് കാരണം എന്താണ്? അന്തരീക്ഷ വായുവുമായിട്ട് ഇവ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അലുമിനിയത്തിൻ്റെ ഉപരിതലം തിളക്കം നഷ്ടപ്പെട്ട് മങ്ങിയിരിക്കുന്നതിന് കാരണം നമ്മൾ പറഞ്ഞു. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയാണ് ലോഹനാശനം എന്ന് വിളിക്കുന്നത്. എന്താണ്? ലോഹങ്ങൾ അന്തരീക്ഷത്തിലെ വിവിധ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്തായിട്ട് മാറും? സംയുക്തങ്ങളായിട്ട് മാറും അല്ലേ? ഈ പ്രക്രിയയെ എന്ന് വിളിക്കുന്നു? ലോഹനാശനം എന്ന് വിളിക്കുന്നു. ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഒരു പരീക്ഷണം ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കാം. അങ്ങനെ 4 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഓരോന്നിലും തിളക്കമുള്ള തുരുമ്പില്ലാത്ത ഓരോ ഇരുമ്പാണ് നിക്ഷേപിക്കുക. തുരുമ്പില്ലാത്ത ഇരുമ്പാണ് നിക്ഷേപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ സാധാരണ ശുദ്ധീകരിച്ച വെള്ളമാണ്. രണ്ടാമത്തിലാണെങ്കിൽ കറിയിപ്പ് ജലത്തിൽ ലയിപ്പിച്ച ലായനിയാണ്. മൂന്നാമത്തിലാണെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലാണെങ്കിലോ ജലോപരിതലം പൂർണ്ണമായിട്ടും മൂടുന്ന വിധം എണ്ണ ചേർത്തിട്ടുണ്ട് അല്ലേ? മൂന്നാമത്തേൽ എന്ത് ചേർത്തിട്ടുണ്ടായിരുന്നു? എണ്ണ ചേർത്തിട്ടുണ്ട് അല്ലേ? മൂന്നാമത്തേൽ എണ്ണ ചേർത്തിട്ടുണ്ട്. നാലാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ്? കാൽസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ നീറ്റ് കക്കിയാണ് എടുത്തിരിക്കുന്നത്. കാൽസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ നീറ്റ് കക്കിയാണ് എടുത്തിരിക്കുന്നത്. 4 ടെസ്റ്റ് ട്യൂബുകളും പെട്ടെന്ന് തന്നെ കോർക്ക് കൊണ്ട് അടയ്ക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്തതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം 4 ടെസ്റ്റ് ട്യൂബുകളിലെയും ഇരുമ്പാണികൾ നോക്കാം. ഇരുമ്പ് തുരുമ്പില്ലാത്ത ഇരുമ്പാണിയാണ് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ഏതെല്ലാം ടെസ്റ്റ് ട്യൂബുകളിലെ ഇരുമ്പാണികളായിരിക്കും തുരുമ്പിച്ചിട്ടുണ്ടായിരിക്കുക? എന്തിലായിരിക്കും? ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ തുരുമ്പിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എന്താണ്? വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം എന്താണ്? ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വായുവിനെയും ഈർപ്പത്തിനെയും സാന്നിധ്യമുണ്ട്. അതിനാൽ തന്നെ അത് തുരുമ്പിച്ചിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ കറിയിപ്പ് ലായനിയാണ് എടുത്തിരിക്കുന്നത്. ഇത് തുരുമ്പിക്കലിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ 4മത്തെ ടെസ്റ്റ് ട്യൂബുകളിൽ ലായനികൾക്ക് മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം അവിടെ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ തിളപ്പിച്ചിട്ട് ആണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ തിളപ്പിച്ച ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ അവിടെ നമ്മൾ എണ്ണ പൊങ്ങി കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടെ വായുവിൻ്റെ സാന്നിധ്യമൊന്നും ഉണ്ടാവണില്ല. അതിനാൽ തന്നെ അവിടെ തുരുമ്പ് പിടിക്കുന്നില്ല. മൂന്നാമത്തിൽ നമ്മൾ പറഞ്ഞു എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കാരണം തന്നെ അവിടെ വായുവൊന്നും ഉണ്ടാകുന്നില്ല. ഇനി 4മത്തെ ടെസ്റ്റ് ട്യൂബിൽ കാൽസ്യം കാർബണേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അല്ലേ? കാൽസ്യം കാർബണേറ്റിലല്ലോ, കാൽസ്യം ക്ലോറൈഡ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? നിർജ്ജല കാൽസ്യം ക്ലോറൈഡ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഈർപ്പത്തെ വലിച്ചെടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ അവിടെ തുരുമ്പ് പിടിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പഠിച്ചു വെച്ചിരിക്കുന്നത് നിർജ്ജല കാൽസ്യം ക്ലോറൈഡ് വായുവിലെ ഈർപ്പത്തെ വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യുന്നുണ്ട്. സിലിക്ക ജെല്ല്, നീറ്റുകക്ക തുടങ്ങിയവയും ഈ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നീറ്റുകക്കയും അതുപോലെ തന്നെ സിലിക്ക ജെല്ലൊക്കെ ഈർപ്പത്തെ ആഗിരണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? എന്തൊക്കെയാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്? പറഞ്ഞു ജലം അല്ലെ? ജലത്തിൻ്റെയും വായുവിനെയും സാന്നിധ്യമാണ് കൂടുതലായിട്ട് ഇരുമ്പ് തുരുമ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞു. ഇനി അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം തുടങ്ങിയവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് അല്ലേ? അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം തുടങ്ങിയവയും ആയിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. കറിയിപ്പ് പോലെയുള്ള ലവണങ്ങളുടെ സാന്നിധ്യത്തിൽ തുരുമ്പിക്കൽ വേഗത്തിലാകും. കറിയിപ്പ് പോലെയുള്ള ലവണങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? വേഗത്തിൽ തുരുമ്പ് പിടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇനി കടൽ തീരത്തുള്ള വീടുകളിൽ ഇരുമ്പ് ജനാല കമ്പികൾ വേഗം തുരുമ്പ് പിടിക്കാറുണ്ട്. കാരണം എന്താണ്? കടൽ തീരത്താണെങ്കിൽ ഉപ്പിൻ്റെ ഇത് കൂടുതലായിരിക്കും. നമ്മൾ പറഞ്ഞു ഇവിടെ സോഡിയം ക്ലോറൈഡിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? കറിയിപ്പ് പോലെയുള്ള ലവണങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്നു പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കടൽ തീരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജലം അവിടെ ലവണമല്ലേ? ലവണമുള്ള അതായത് ഈ ഉപ്പുള്ള ജലാംശമാണ് അല്ലേ? അതിനാൽ തന്നെ കാറ്റ് വീശുമ്പോഴൊക്കെ അതിൻ്റെ ഒരു വായുവിൽ കളരാണ്. അപ്പം എന്ത് സംഭവിക്കും? പെട്ടെന്ന് തുരുമ്പ് പിടിക്കണം. അതിന് കാരണം അവിടെയുള്ള അന്തരീക്ഷ വായുവിൽ ലവണങ്ങളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. ഇരുമ്പ് കൂടാതെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഏതെല്ലാം ലോഹങ്ങൾക്കാണ് അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനം വഴി നാശനം സംഭവിക്കുന്നത്? ചെമ്പിനൊക്കെ പെട്ടെന്ന് നാശം സംഭവിക്കാം. രാസപ്രവർത്തന ശേഷി കൂടിയ സോഡിയം, പൊട്ടാസ്യം മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കാറുള്ളത്. ഇതിനെ കാരണം കണ്ടെത്താമോ? എന്തുകൊണ്ടാണ് സോഡിയം, പൊട്ടാസ്യം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്? ഇവ പെട്ടെന്ന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലേ?
അപ്പോൾ അലുമിനിയം സിങ്കൊക്കെ എന്നാണ് പെട്ടെന്ന് ലോഹനാശം സംഭവിക്കുന്ന ലോഹങ്ങളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സോഡിയം പൊട്ടാസ്യമൊക്കെ മണ്ണിൽ സൂക്ഷിക്കാൻ കാരണം ഇവ പെട്ടെന്ന് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ രാസപ്രവർത്തന ശേഷി കൂടുതലുള്ളവയാണെങ്കിൽ തന്നെ ഇവ പെട്ടെന്ന് ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കും അല്ലേ. നാരങ്ങ മുറിച്ച ശേഷം നന്നായി തുടയ്ക്കാതെ വെക്കുന്ന ഇരുമ്പ് കത്തി വേഗം തുരുമ്പിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതായത് നാരങ്ങ മുറിച്ചതിന് ശേഷം നമ്മൾ ഇരുമ്പ് കത്തി നമ്മൾ തുടയ്ക്കാണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. കാരണം എന്താണ് അത് ആസിഡിക് സ്വഭാവം ഉണ്ട്. നമുക്കറിയാം നാരങ്ങയിൽ എന്ത് ആസിഡ് ഉണ്ട്, നാരങ്ങയിൽ എന്താ ആസിഡ് ഉണ്ടായിരിക്കും, നാരങ്ങയിലുള്ള ആസിഡ് ഏതാണ്, സിട്രിക് ആസിഡ് ഉണ്ടല്ലേ. അപ്പോൾ ആസിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വേഗം തുരുമ്പ് പിടിക്കാൻ കാരണമാകും. ആസിഡുകളുടെ സാന്നിധ്യത്തിൽ ഇരുമ്പ് വേഗം തുരുമ്പിക്കുന്നു. അലുമിനിയവും ഇരുമ്പും ആസിഡുകളുമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. അലുമിനിയം ഇരുമ്പ് ആസിഡുകളുമായിട്ട് പ്രവർത്തിക്കുന്നവയാണ്. അച്ചാറുകൾ, തൈര് തുടങ്ങിയ പൊടിരസമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇരുമ്പ് പാത്രങ്ങളിലും അലുമിനിയം പാത്രങ്ങളിലും സൂക്ഷിക്കാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് അച്ചാറും തൈരൊക്കെ നമ്മൾ ഇരുമ്പ് പാത്രത്തിൽ അല്ലെങ്കിൽ അലുമിനിയം പാത്രത്തിൽ ഉപയോഗിക്കാത്തത്? കാരണം അലുമിനിയം ഇരുമ്പ് ആസിഡുകളുമായിട്ട് പെട്ടെന്ന് പ്രവർത്തിക്കില്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ വിനാഗിരിയൊക്കെ ഒഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവ പെട്ടെന്ന് ആസിഡുകളുമായിട്ട് അതായത് ഈ അലുമിനിയം ഏത് പാത്രത്തിലാണ് വെക്കുന്നത്, അപ്പോൾ അലുമിനിയം പാത്രത്തിലാണ് നമ്മൾ ഈ അച്ചാറൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അലുമിനിയം അതുപോലെ തന്നെ ഇതിൽ ആസിഡ് തമ്മിൽ നന്നായി പെട്ടെന്ന് പ്രവർത്തിക്കും. അതിനാലാണ് അപ്പോൾ ഇരുമ്പ് പാത്രങ്ങളിലും അലുമിനിയം പാത്രങ്ങളിലും നമുക്ക് അച്ചാറുകൾ അല്ലെങ്കിൽ തൈര് എന്നിവയൊന്നും സൂക്ഷിക്കാനായിട്ട് പാടില്ല. എല്ലാ ലോഹങ്ങളും ഇത്തരത്തിൽ നാശനം സംഭവിക്കാറുണ്ടോ? നോക്കാം. സ്വർണ്ണാഭരണങ്ങൾ വായുവിൽ തുറന്നു വെച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വ്യക്തമാക്കാം, എന്താണ് മനസ്സിലാക്കുന്നത്? എല്ലാ ലോഹങ്ങൾക്കും നാശനം സംഭവിക്കുന്നില്ല. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ലോഹങ്ങളാണ് നാശനത്തിന് വിധേയമാകുന്നത്. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഏതൊക്കെയാണോ അതിനൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്, നാശനം സംഭവിക്കുന്നത്. ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? ലോഹനിർമ്മിതമായ വസ്തുക്കൾ ബലക്ഷയം മൂലം പൊട്ടിപ്പോകുന്നു, വൈദ്യുത സർക്യൂട്ടുകൾ പ്രവർത്തിക്കാതെയാകുന്നു, ധനനഷ്ടം ഉണ്ടാക്കുന്നു. ലോകമാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇരുമ്പിൻ്റെ ഏകദേശം 20% ഓരോ വർഷവും തുരുമ്പ് ഉപയോഗശൂന്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയേണ്ടത് അത്യാവശ്യമല്ലേ. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ജനാല കമ്പികൾ പെയിന്റ് അടിക്കുന്നതും ഇരുമ്പ് കത്തികൾ എണ്ണ പുരട്ടി വെക്കുന്നതും കണ്ടിട്ടില്ലേ. ഇവ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് തടയാനായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ തുരുമ്പ് പിടിക്കുന്നത് തടയാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ജനാല കമ്പിയിലൊക്കെ പെയിന്റ് അടിക്കുക. അതുപോലെ തന്നെ ഇരുമ്പ് കത്തികൾ ഉണ്ടായിരിക്കുക, ഇവയിലൊക്കെ എണ്ണ പുരട്ടി വെക്കുക. അലുമിനിയം പാത്രങ്ങൾക്കും ഇരുമ്പ് പാത്രങ്ങൾക്കും പകരം എന്തുപയോഗിക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ നാം കൂടുതലായിട്ട് ഉപയോഗിക്കണം. ഓക്കെ, ഇരുമ്പിൻ്റെ ലോഹസങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ ലോഹസങ്കരം എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇവ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഈ പാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ്? ലോഹങ്ങൾ മറ്റ് ലോഹങ്ങളുമായി കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ലോഹസങ്കരങ്ങളാക്കി മാറ്റുന്നത്. ഇതിലൂടെ അപലഷണീയമായ സവിശേഷതകളുള്ള പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം ലോഹനാശനത്തെ തടയാനും കഴിയും. അതായത് ഇത് ലോഹസങ്കരമാണ് പറഞ്ഞ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ ലോഹസങ്കരമാണ്. ഇവിടെ കുറേ ലോഹങ്ങളും മറ്റ് ലോഹങ്ങളൊക്കെ തമ്മിൽ മിക്സ്ഡ് ആണ് വരിക അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, എല്ലാത്തിനും സവിശേഷത അവയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ കുറേ സവിശേഷതകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ലോഹനാശനത്തെ തടയുന്നു. വളരെ ചെറിയ അളവിൽ കാർബൺ, ഫോസ്ഫറസ് തുടങ്ങിയ ലോഹങ്ങളും ലോഹസങ്കരങ്ങളിൽ ചേർക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിച്ചള, ബ്രാസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ വെങ്കലം, ബ്രോൺസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നിവയൊക്കെ ലോഹസങ്കരങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം സിങ്കും അതുപോലെ തന്നെ അലുമിനിയം ഒക്കെ അല്ലേ, ഇവയൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആറന്മുള കണ്ണാടി. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതല്ല. കോപ്പർ, ടിൻ എന്നിവ അടങ്ങിയ പ്രത്യേക ലോഹക്കൂട്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് എന്ന് പറയുന്നത് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്. കോപ്പറും ടിന്നും അല്ലേ, പരമ്പരാഗതമായി നിർമ്മിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യ ലോഹക്കൂട്ടാണ് ആറന്മുള കണ്ണാടിയുടെ സവിശേഷത. യന്ത്രത്തിൻ്റെ സഹായമില്ലാതെ കൈകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ലോഹങ്ങളെ ഗ്ലാസ് പോലെ മിനുസപ്പെടുത്തി എടുക്കുന്നത് കൊണ്ട് സാധാരണ കണ്ണാടി പോലെ ഇതിന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. ഇനി ലോഹനാശനം തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ തുരുമ്പിക്കുമ്പോൾ അവയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന തുരുമ്പ് പാളികളായിട്ട് ഇളകിപ്പോകും അല്ലേ. തുരുമ്പ് പിടിക്കുമ്പോൾ തുരുമ്പ് ഇങ്ങനെ ഇളകിപ്പോകുന്നത് കാണാനായിട്ട് സാധിക്കും. കാലക്രമേണ ഇത്തരം വസ്തുക്കൾ പൂർണ്ണമായിട്ട് നശിക്കാം. എന്നാൽ അലുമിനിയം, കോപ്പറും അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇരുമ്പിനെ പോലെ പൂർണ്ണമായിട്ട് നശിക്കില്ല. അപ്പോൾ അലുമിനിയം, കോപ്പറും അതുപോലെ തന്നെ അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഇരുമ്പിനെ പോലെ പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല. അലുമിനിയത്തിൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡ്, കോപ്പറിൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന ക്ലാവ്
ക്ലാവ് എന്ന് വെച്ചതാണ് ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നിവ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ആവരണമായിട്ട് വർത്തിക്കുന്നുണ്ട്. അതാ പറയുന്നത് അലുമിനിയത്തിന് ഉപരിതലത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് അലുമിനിയം ഓക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി കോപ്പറിൻ്റെ ആണെങ്കിലും ക്ലാവ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ക്ലാവ് എന്ന് വെച്ചാൽ ബേസിക് കാർബണേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇവ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ഒരു ആവരണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തുടർന്നുള്ള നാശനത്തിൽ നിന്നിവ സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഇരുമ്പിൻ്റെ ഉപരിതലത്തിൽ തുരുമ്പ് ഒരു ആവരണമായിട്ടുണ്ടെങ്കിലും അതിൽ സൂക്ഷ്മ സുഷിരങ്ങളുള്ളതിനാൽ ലോഹം വീണ്ടും അന്തരീക്ഷ വായുവുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ തുരുമ്പ് പിടിക്കേണ്ടത് കാരണം എന്താണ്, ഇരുമ്പിന് ഒരു ആവരണമുണ്ട്. ഇരുമ്പിനും എന്താണ് ഒരു ആവരണമുണ്ട്. പക്ഷേ ഈ ഇരുമ്പിനാണെന്നുണ്ടെങ്കിൽ ഈ ഉപരിതലത്തിൽ നോക്കുകയാണെങ്കിൽ ആവരണത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ കുറേ സൂക്ഷ്മ സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. അവ പെട്ടെന്ന് അന്തരീക്ഷ വായുവുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരും. നേരെ മറിച്ച് നമ്മൾ കോപ്പർ നോക്കുകയാണെങ്കിലോ അലുമിനിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് എന്താണ് ആവരണങ്ങളുണ്ട്. ഇവയ്ക്ക് എന്താണ് ഈ സുഷിരങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനാൽ തന്നെ ഇവയെ ഒരു ആവരണമായിട്ട്, അതായത് ഇവയെ എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ആവരണമായിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇരുമ്പിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തില്ല, ഇരുമ്പിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ആവരണം ഉണ്ടെന്നുണ്ടെങ്കിലും എന്താണ് അതിൽ കുറേ ചെറിയ സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങൾ. മനുഷ്യ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ചില ലോഹങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയവയൊക്കെ ഇവയിൽ ചിലതാണ്. സ്വതന്ത്ര ലോഹങ്ങളായല്ല ഇവ ശരീരത്തിൽ കാണപ്പെടുന്നത്. ശ്വാസകോശങ്ങളിൽ നിന്ന് ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ കൊണ്ടുപോകുകയും ചെയ്യുന്ന ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ ഇരുമ്പിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഇപ്പം നമുക്കറിയാം എന്താണ് ഇരുമ്പിൽ എന്തുണ്ട്, നമ്മുടെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ ഹീമോഗ്ലോബിൽ എന്തുണ്ട്, ഇരുമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അതായത് ഇരുമ്പും കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയവ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക് എന്നിവയൊക്കെ നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട്. ഇവയൊന്നും സ്വതന്ത്ര ലോഹങ്ങളായിട്ടില്ല കാണപ്പെടാം. ശ്വാസകോശങ്ങളിൽ നിന്ന് ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ, അതായത് ഹീമോഗ്ലോബിൻ്റെ സവിശേഷതയാണ് ഇവിടെ പറഞ്ഞില്ലേ. ഹീമോഗ്ലോബിൻ എന്തുണ്ടെന്ന് പറഞ്ഞു, ഇരുമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിന് പുറമെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കാൽസ്യം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്, കാൽസ്യമാണ്. എല്ലിനും പല്ലിനും ബലം നൽകുന്നതിനോടൊപ്പം തന്നെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്, കാൽസ്യം സഹായിക്കുന്നുണ്ട്. ശരീരത്തിന് സ്വയം നിർമ്മിക്കാനാവാത്തതിനാൽ ഈ ലോഹങ്ങളെല്ലാം ഭക്ഷണത്തിലൂടെ വേണ്ട അളവിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവയൊന്നും നമുക്ക് ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്നില്ല. അതിനാൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് ഇവ ലഭിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വെള്ളി തന്നിട്ടുണ്ട്, സ്വഭാവ സവിശേഷത തന്നിട്ടുണ്ട്, പ്രതീകം തന്നിട്ടുണ്ട്. ഇവ കറക്റ്റായിട്ട് പൊരുത്തപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വെള്ളി എന്ന് പറയുമ്പോൾ എന്താണ്, ഉയർന്ന വൈദ്യുത ചാലകത ഉണ്ട് അല്ലേ. വെള്ളിക്കാണെങ്കിൽ ഉയർന്ന വൈദ്യുത ചാലകതയുണ്ട്. ഇനി പ്രതീകം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, ഓറാണ്, അർജൻ്റ് അല്ലേ വരുന്നത്, അർജൻ്റമാണ് വരുന്നത് അല്ലേ അല്ലേ, സിൽവർ വരുന്നത്. ഇനി പ്ലാറ്റിനത്തിന് നമ്മൾ എന്താ പറഞ്ഞത്, ഡക്റ്റിലിറ്റി ആണോ മാലിബിലിറ്റി ആണോ പറഞ്ഞത്. സ്വർണ്ണം നോക്കുകയാണെങ്കിൽ എന്താണ്, സ്വർണ്ണത്തിന് എന്താണ് മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ഉണ്ടെന്നാണ് അല്ലേ. ഏറ്റവും ഉയർന്ന മാലിബിലിറ്റി ഉള്ളത് എന്താണ്, സ്വർണ്ണത്തിനാണ്. ഏറ്റവും ഉയർന്ന മാലിബിലിറ്റി ഉള്ളത് സ്വർണ്ണത്തിനാണ്. അതിൻ്റെ ഇത് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, AU ആണ് അല്ലേ, AU ആണ്. ഇനി പ്ലാറ്റിനത്തിന് ഉയർന്ന ഡക്റ്റിലിറ്റി ആണുള്ളത്, പ്ലാറ്റിനം PT ആണെന്ന് പറഞ്ഞു പ്രതീകം അല്ലേ. നെക്സ്റ്റ്, ചില ലോഹങ്ങളുടെ പേരുകൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. ആൻസർ പറയാം കേട്ടോ. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിച്ച് ഉപരിതലത്തിൽ ക്ലാവ് ഉണ്ടാക്കുന്നത് ഇതിലേതാണ്, ചെമ്പാണ് അല്ലേ, കോപ്പറാണ് അല്ലേ, ചെമ്പാണ്. ഇനി ഏറ്റവും കൂടുതൽ താപചാലകത ഇതിനാണ്, താപചാലകത വെള്ളിക്കാണ് അല്ലേ, വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ താപചാലകത, വെള്ളിക്കാണ്. ഇനി കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന ലോഹം ഏതാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ, ഗാലിയമാണ് അല്ലേ, ഗാലിയം. CC ഉണ്ട്, ഗാലിയം ഉണ്ട് കേട്ടോ, ഗാലിയം. ഇനി സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, മെർക്കുറിയാണെന്ന് പറഞ്ഞു അല്ലേ, മെർക്കുറിയാണ്. ഇനി എല്ലുകളിലും പല്ലുകളിലും ഈ ലോഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഏതാണ്, കാൽസ്യമാണ്, കാൽസ്യം. നെക്സ്റ്റ്, ഏതാനും ലോഹങ്ങളുടെ പട്ടിക തന്നിട്ടുണ്ട്. ഇതിൽ സവിശേഷത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെമ്പിൻ്റെ ഉപയോഗം എന്താണ്, ചെമ്പ് ഇലക്ട്രിക് വയർ ഉപയോഗിക്കുന്നതിനും അതുപോലെ തന്നെ പാചകപാത്രങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. സവിശേഷത എന്താണ്, ചെമ്പിന് ഉയർന്ന വൈദ്യുത ചാലകതയും ഉയർന്ന താപചാലകതയും ഉണ്ട്. ഇനി സ്വർണ്ണമാണെങ്കിൽ നമുക്കറിയാം ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ സ്വർണ്ണം പൂശാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സവിശേഷം നോക്കുകയാണെങ്കിൽ എന്താണ്, ലോഹ തിളക്കമാണ് അല്ലേ, തിളക്കമാണ്, അതിൽ തന്നെ തുരുമ്പ് പിടിക്കുന്നില്ല. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അലുമിനിയം ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പാചകപാത്രങ്ങളിലും അതുപോലെ തന്നെ മേൽക്കൂര ഷീറ്റുകളിലൊക്കെ എന്താണ്, അലുമിനിയമാണ് ഉപയോഗിക്കുന്നത്. സവിശേഷത നോക്കുകയാണെങ്കിൽ എന്താണ്, താപചാലകത കൂടുതലാണ്, ഡക്റ്റിലിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ നാശം കുറവാണ് സംഭവിക്കുക. ഇനി ഇരുമ്പിൻ്റെ എന്താണ് നമ്മൾ പറഞ്ഞത്,
ഇരുമ്പ് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ബോഡിയിലൊക്കെ ഇരുമ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, കോൺക്രീറ്റിനുള്ള തണ്ടുകളൊക്കെ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനങ്ങളുടെ ബോഡി പിടിച്ചാൽ മതി. വാഹനങ്ങളുടെ ബോഡിയിലൊക്കെ എന്താണ് ഇരുമ്പ് ഉണ്ടെന്ന് പറയാം, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാം അല്ലേ വാഹനങ്ങളുടെ ബോഡിയൊക്കെ. നെക്സ്റ്റ് ഡക്റ്റിലിറ്റി, കാഠിന്യം ഒക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന സവിശേഷത. ഇനി വെള്ളി നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു താപചാലകതയാണ് അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ടും ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ലോഹ തിളക്കവും അതുപോലെ തന്നെ കുറഞ്ഞ നാശം അതുപോലെ തന്നെ ഉയർന്ന വൈദ്യുത ചാലകത എന്നിവയാണ് സവിശേഷത. നെക്സ്റ്റ് ഒരു ബീക്കറിൽ എ എന്ന മൂലകത്തിൻ്റെ ഓക്സൈഡും ജലത്തിൽ ലയിപ്പിച്ച ലായനിയും മറ്റൊരു ബീക്കറിൽ ബി എന്ന മൂലകത്തിൻ്റെ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ച ലായനിയും എടുത്തിട്ടുണ്ട്. ഇതിൽ അസിഡിക് സ്വഭാവമുള്ള ലായനിയും ബേസിക് സ്വഭാവമുള്ള ലായനിയും എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് പറ്റുക? നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചാൽ മതി. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചിട്ട് എന്ന് നോക്കി നോക്കുക. ആസിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നീല ലിറ്റ്മസിന് എന്താക്കി മാറ്റും, റെഡ് കളറാക്കി മാറ്റും. ഇനി മറ്റേതാണെങ്കിലോ ആൽക്കലി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കി മാറ്റും. ഇനി ഈ മൂലകങ്ങളിൽ ലോഹമാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ലോഹ ഓക്സൈഡുകൾക്കാണ് എന്തുള്ള ബേസിക് സ്വഭാവം ഉണ്ടായിരിക്കാം. അപ്പോൾ ബേസിക് സ്വഭാവം ഉണ്ടായിരിക്കും, അതായത് ചുവന്ന ലിറ്റ്മസിനെ നിലയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞല്ലേ, അതിനായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.